ഓക്കെ, 20 എംപ്ലോയീസിനെ വെക്കണം എന്നല്ല പറഞ്ഞത്, ജസ്റ്റ് മാറിയതാണ്. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 100 വർക്ക് നിങ്ങളൊരു പോയിന്റ് ഒക്കെ എത്തുമ്പോൾ, ഇപ്പോൾ എവിടെ നിന്നൊക്കെ നമുക്ക് വർക്ക് വരുന്നത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഔട്ട്റോ ചെയ്യുന്നുണ്ട്. പിന്നെ ലിങ്ക്ഡിനിൽ നമ്മൾ മെസ്സേജ് അയച്ചിടുന്നുണ്ട്. ഇപ്പം ഇന്ന് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ ലിങ്ക്ഡിനിൽ നിന്ന് അയച്ച മെസ്സേജിൽ നമുക്ക് വർക്ക് വരാണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വർക്ക് വരും, ഫേസ്ബുക്കിൽ നമുക്ക് വർക്ക് വരും, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വർക്ക് വരും. പിന്നെ ഇതെല്ലാം കൂടാതെ നമ്മൾ ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുന്നുണ്ട്, ക്യാഷ് കൊടുത്ത് പരസ്യം കൊടുക്കുന്നുണ്ട്, അതൊന്നും നമുക്ക് വർക്ക് വരാം. അപ്പോൾ ഇത്രയും വർക്ക് ഒരു ദിവസം നിങ്ങൾക്ക് 100 വർക്ക് വന്നു വിചാരിക്കുക. ഈ 100 വർക്കിൽ നിങ്ങൾക്ക് എത്ര വർക്ക് നിങ്ങൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും? ഒരു വർക്കോ? ഈ 100 വർക്ക് എന്ന് പറയുന്നത് 100 ഒന്നാവണമെന്നില്ലല്ലോ. 100 ഇതിലിപ്പോൾ ഒരു 20 ലോഗോ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ലോഗോക്ക് എത്ര? 2000 ആണ് സ്റ്റാർട്ടിങ്. 20 ലോഗോ ആകുമ്പോൾ എത്രയായി? 20,000 രൂപ, 40,000 രൂപയായി. മനസ്സിലായോ? അപ്പോൾ 20 ലോഗോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ദിവസം ചെയ്യാൻ കഴിയില്ല, കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. ഒരു ലോഗോ ഒക്കെ മിനിമം ഒരു ദിവസം. മനസ്സിലായോ? ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലോഗോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം എടുക്കും ഒരു ലോഗോ കംപ്ലീറ്റ് ചെയ്യാൻ. ദിവസങ്ങളോടെടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ലോഗോ ഉണ്ട്. കാരണം അതിനെന്ത് വേണം? കോൺസെപ്റ്റ് വേണം ലോഗോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. വെറുതെ ഉണ്ടാക്കാൻ പറ്റൂല. മനസ്സിലായോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പം എനിക്ക് 100 പോസ്റ്റർ വർക്കാണ് വന്നതെന്ന്, എക്സാമ്പിളിന് എല്ലാം ഒരു വർക്ക് തന്നെ വന്നാണ് വിചാരിക്കുക. 100 പോസ്റ്റർ വർക്ക്. ഓക്കെ, ഇതിന് ഞാൻ ചാർജ് ചെയ്യുന്നത് 400 രൂപയാണ് 100 പോസ്റ്ററിന്. അതിന് എനിക്ക് എത്ര ചെയ്യാൻ പറ്റുക? ഒരു ദിവസം എത്ര പോസ്റ്റർ ചെയ്യാൻ പറ്റും? ഒരു 20 പോസ്റ്റർ കൂട്ടിക്കുക. 20 ചെയ്യാൻ പറ്റില്ല, ഒരു 15 പോസ്റ്റർ ഞാൻ ഒരു ദിവസം ചെയ്തു. 100 വന്നതിൽ 15 ഞാൻ ചെയ്തു. അപ്പോൾ 15 × 400 എത്ര? 15 × 400 എത്ര? 6000 രൂപ. 6000 രൂപ എനിക്ക് ഒരു ദിവസം കിട്ടി, അത് ശരിയാ. പക്ഷെ ഞാൻ എത്ര അവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? 100 വർക്ക് വന്നതിൽ 15 വർക്കാണ് ഞാൻ ചെയ്തത്. ബാക്കി 85 വർക്ക്, അതായത് 85 × 400 34,000 രൂപ ഞാൻ എന്ത് ചെയ്തു? അവിടെ നഷ്ടപ്പെടുത്തി. എങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയത്? നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് 34,000 രൂപ നഷ്ടമായത്. മനസ്സിലായോ? അതായത് ഒരു ദിവസം 100 വർക്ക് വന്നു. 100 വർക്കിൽ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന 15 വർക്ക്. ആ 15 വർക്കിന് എനിക്ക് കിട്ടുന്ന 6,000 രൂപ. ബാക്കിയുള്ള 34,000 രൂപ എന്താ? നഷ്ടം. നമ്മളെ സംബന്ധിച്ച് ആ 34,000 രൂപ നമുക്കെന്താ? നഷ്ടം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ നഷ്ടം നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? എംപ്ലോയീസിനെ ഹയർ ചെയ്യാം. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പണിക്കാരെ ഹയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനർ എക്സ്പേർട്ടിനൊന്നും പോയിട്ട് ഹയർ ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ഹയർ ചെയ്യേണ്ടത് ആരെയെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടാവും ഈ ഹോസ്റ്റലിലും. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്യാൻവയിലാണ്. ക്യാൻവയിൽ ആർക്ക് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടാവും, ഹോസ്റ്റലിലും ഇവിടെയൊക്കെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹയർ ചെയ്യാം. മനസ്സിലായോ? സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്നവരുണ്ട് വീക്കെൻഡിലൊക്കെ, ഈ വെയിലത്തൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഫ്രീ ടൈമിൽ എന്ത് ചെയ്താൽ മതി? വർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒരു 5 സ്റ്റുഡൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക് എടുക്കുക. മനസ്സിലായോ? പിന്നെ കുറച്ച് സ്റ്റുഡൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക, വർക്കിന് വേണ്ടി നോക്കി വെക്കുക. 5 സ്റ്റുഡൻസിനെ നിങ്ങൾ എടുക്കുക. ഓക്കെ, 5 നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 5 സ്റ്റുഡൻസിനെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു 5 സ്റ്റുഡൻസിനെ കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ വർക്ക് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അവരുടെ വർക്കിൽ ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വർക്ക് കൊടുക്കണം. അവർക്ക് വെറുതെ അല്ല, അവരോട് പറയാം നിങ്ങളെ വർക്ക്. ഇപ്പോൾ എന്തായാലും ഒരാളെടുക്കുക എന്ന് പറയുമ്പോൾ വെറുതെ എടുക്കൂലല്ലോ. അപ്പോൾ അവർ എടുക്കുമ്പോൾ പറയാം നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ച് തരണം എന്ന് പറയാം. കാരണം അവരടുത്ത് അവരിതിന് മുന്നേ ചെയ്ത വർക്കൊന്നും ഉണ്ടാവില്ല. കാരണം അവർ സ്റ്റുഡൻസ് അല്ലേ. മനസ്സിലായോ? ഈ ഫീൽഡിലുള്ള ആളുകളല്ലല്ലോ. അപ്പോൾ അവർക്ക് നിങ്ങൾ 3-4 ടോപ്പിക് ഇട്ട് കൊടുത്തിട്ട്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 3-4 ടോപ്പിക് ഇട്ട് കൊടുത്തിട്ട് അവരോട് ഈ ഡിസൈൻ ചെയ്ത് അയച്ചു തരാൻ പറയാം. എന്നിട്ട് ആ ഡിസൈനിൽ നിങ്ങൾ അവർ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെടുക്കുക. മനസ്സിലായോ? എന്നിട്ട് 5 ആളുകൾ അങ്ങനെ എടുക്കുക. എന്നിട്ട് 5 ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതിൽ നിന്ന് ആരെങ്കിലും നിർത്തി പോവുകയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി പോയാൽ നമ്മളെ വർക്ക് അവിടെ പെൻഡിങ് ആവും. നമ്മളാകെ ലോക്കാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ബാക്കപ്പിന് ഒരു പ്ലാൻ വേണം. അപ്പോൾ ബാക്കപ്പിന് 5 ആൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. മനസ്സിലായോ? അതിനാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വർക്ക് എന്ത് ചെയ്യുക? 5 ആൾക്ക് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് വരിക? അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവരൊക്കെ എടുക്കുമ്പോൾ അവർക്ക് മാസം മാസം പൈസ കൊടുക്കണ്ടേ, അപ്പോൾ ഈ മാസം മാസം ഈ ക്യാഷ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ കുടുങ്ങൂലേ എന്ന് നിങ്ങൾ വിചാരിക്കും. അതിന് മാസം മാസം പൈസ നമ്മൾ തുടക്കകാലത്ത്, അതായത് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന തുടക്കകാലത്ത് നമ്മൾ അവർക്ക് മാസം സാലറി അല്ല കൊടുക്കുക, കമ്മീഷനാണ് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പം 400 രൂപയാണ് ഒരു പോസ്റ്ററിന് വരുന്ന റൈറ്റ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിട്ടും കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കുക? ഇപ്പോൾ 200 രൂപ, 400 രൂപയാണ് ഒരു പോസ്റ്ററിന് നമ്മൾ വാങ്ങിക്കുന്നത്. അവർക്ക് എന്ത് കൊടുക്കുക? 200 രൂപക്ക് അങ്ങനെയും കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കമ്മീഷൻ ബേസ്ഡ്, അതായത് ഒരു വർക്കിൻ്റെ 60% ചെയ്യുന്ന ആൾക്ക്, ബാക്കി 40% നമുക്ക്.
എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളെ ഇഷ്ടമാണ് എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ട എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ന്യായമായ വില കൊടുക്കണം. വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഞാനിവിടെ 400 രൂപ, ഞാനിവിടെ 60 40, അതായത് 60% അവർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന സാലറി, 40% നമുക്ക് കിട്ടുന്ന നമ്മുടെ കമ്മീഷൻ. അപ്പം ഈ 400ന്റെ 40% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 160. അപ്പോൾ നമുക്ക് എത്ര വർക്കാണ് അവിടെ പെൻഡിങ്ങിലുള്ളത്? നമ്മൾ എംപ്ലോയീസിനെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന വർക്ക് എത്ര? 85. നമുക്ക് എംപ്ലോയീസിനെ എടുത്താൽ ഒരു വർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 160. അപ്പോൾ 160 × 85 എത്ര? 13,600 രൂപ നമ്മളെ പ്രോഫിറ്റാ. മനസ്സിലായ? 13,600 രൂപ നമ്മുടെ പ്രോഫിറ്റാ. നമ്മൾ വർക്ക് ചെയ്തോ ഈ പ്രോഫിറ്റ് കിട്ടാൻ? ഇല്ല. ഇതാണ് ബിസിനസ്. നമ്മൾ വർക്ക് ചെയ്തോ? ഇല്ല. നമ്മൾ എംപ്ലോയീസിനെ കൊണ്ട് പണി എടുപ്പിച്ചപ്പോഴുള്ള നമ്മുടെ ലാഭമാണിത്. ഇതിനെയാണ് ബിസിനസ് എന്ന് പറയാ. മനസ്സിലായോ? നിങ്ങളൊരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ പിന്നെ ഹയർ ചെയ്യണം. നിങ്ങളെ പണി എന്ന് പറഞ്ഞാൽ നിങ്ങളെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക. മനസ്സിലായോ? ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക, പ്രോഫിറ്റ് അനലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങളുടെ പണി. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനും നിങ്ങൾ വേറെ ആളെ നിർത്തും. പിന്നെ നിങ്ങളെ പണി എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുക. മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇങ്ങനെ വരും. അതൊരു സിസ്റ്റമായി, അതൊരു ഓട്ടോമാറ്റഡ് സിസ്റ്റമായി. ഇനി ആ സിസ്റ്റം ഇങ്ങനെ ഓട്ടോമാറ്റിക് വർക്കാവും. നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യും? ക്യാഷ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ BCom ഒക്കെ പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിലും സിമ്പിളാണ്. നിങ്ങൾ ആദ്യം തുടങ്ങുക, പിന്നെ അത് ഓട്ടോമാറ്റിക് ആക്കി വെക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എംപ്ലോയീസിനെ വെക്കുക. ഞാൻ എംപ്ലോയീസിനെ നിങ്ങൾ ഒന്നും കൂടെ വലുതായി വരുമ്പോൾ പിന്നെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? HR വെക്കും. പിന്നെ മാനേജ്മെൻറ്റ് നമ്മൾ വെക്കും. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ്. മാനേജ് ചെയ്യാൻ ഒരാൾ വെക്കും, ഒരു മാനേജർ. പിന്നെ എന്തായി? ഓട്ടോമാറ്റായി. പിന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതി. മാസം എന്ത് ചെയ്യും? നിങ്ങൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. ഓക്കെ, അതാണ് ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇനി ഇവിടെ പറയാനുള്ള എന്താ? പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എംപ്ലോയീസിനെ ഹയർ ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കിപ്പോൾ ഒരു ക്യാൻവ പ്രീമിയം ഉണ്ടാവുമല്ലോ. ആ പ്രീമിയത്തിൻ്റെ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവർക്കും കൂടി ഷെയർ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്തത് വേറെ ഡിവൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? വേറെ എത്ര ഡിവൈസിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്യണമെന്ന് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു 250 രൂപയേ ഉള്ളൂ. വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതായിരിക്കും ഒന്നും കൂടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ പേഴ്സണൽ ഡാറ്റ ഒക്കെ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാൻവയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവരെല്ലാം അറിയും. അപ്പോൾ നിങ്ങളെ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്യാൻവൻ്റെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നിങ്ങളെ എംപ്ലോയീസിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് അവർ ഷെയർ ചെയ്യാതെ തന്നെ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്നിട്ട് അവർ ചെയ്യുന്ന വർക്ക് എത്രത്തോളമായി, അതിലെന്തെങ്കിലും ചെറിയ കറക്ഷൻസ് വരുത്താണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും? കറക്ഷൻസ് വരുത്താൻ പറ്റും. നിങ്ങളെ കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ ക്യാൻവക്ക് ഒരു ഐഡിയും പാസ്വേഡും ഇല്ലേ? ആ ഐഡിയും പാസ്വേഡും നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. പാസ്വേഡ് അല്ല, നിങ്ങൾക്ക് ക്യാൻവക്ക് ഒരു ഐഡി ഉണ്ടാവും. ആ ഐഡി അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരവിടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. മനസ്സിലായോ? എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളെ എംപ്ലോയീസൊക്കെ പോയി, അല്ലെങ്കിൽ ഒരു എംപ്ലോയി പോയി, നിങ്ങളൊരു എംപ്ലോയിനെ പറഞ്ഞു കിട്ടു. പക്ഷേ നിങ്ങളെ അക്കൗണ്ട് അവൻ്റെ PC യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ക്യാൻവ ഓപ്പൺ ആക്കുക, സെറ്റിങ്സിൽ വരിക, ഇവിടെ ലോഗിൻ ആൻഡ് സെക്യൂരിറ്റി എന്നുണ്ടാവും. ലോഗിനിൽ വന്നിട്ട് ഇവിടെ സൈൻ ഔട്ട് ഓൾ ഡിവൈസ് ഉണ്ടാവും. ലോഗിനിൽ സെക്യൂരിറ്റിയിൽ വന്ന് സൈൻ ഔട്ട് ഓൾ ഡിവൈസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ക്യാൻവ ലോഗിൻ ചെയ്ത എല്ലാ അക്കൗണ്ടിനും ഉണ്ടാവും, അത് സൈൻ ഔട്ട് ആയി പോകും. മനസ്സിലായോ? അപ്പോൾ അത്രയാണ് എംപ്ലോയീസ് ഹയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അവർക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത് മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞില്ല. ഇങ്ങനെയാണ് പേയ്മെൻറ്റ് വരിക, ഇങ്ങനെയാണ് കൊടുക്കുക. മീൻസ് നമുക്ക് ആദ്യകാലങ്ങളിൽ നമ്മൾ എംപ്ലോയീസിനെ വിളിക്കുമ്പോൾ അവർക്ക് ആദ്യകാലങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻറ്റ് കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും. അങ്ങനെ കമ്മീഷൻ ബേസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോയിന്റിൽ വെച്ച് നഷ്ടം സംഭവിച്ചാൽ നമ്മൾക്ക് പിന്നെ കടം മേടിച്ചിട്ട് അവരുടെ കടം വീട്ടേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പം അങ്ങനെ ഒരു റിസ്ക്കാണ് നമ്മളിവിടെ കുറക്കുന്നത്. ഇനി നമ്മൾ ഇപ്പം നമുക്ക് മന്ത്ലി വർക്ക് വരും. മന്ത്ലി വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മന്ത്ലി ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. കോൺട്രാക്റ്റിന് 3000 രൂപ കോൺട്രാക്റ്റിന് 300 വർക്ക് ഉണ്ട്. ഒരു വർക്കിന് ഇത്ര എമൗണ്ട് ആണ്. അങ്ങനെ മന്ത്ലി കോൺട്രാക്റ്റ് വരും. ഈ മന്ത്ലി കോൺട്രാക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റുഡൻസിന് കൊടുക്കുക. അവർക്ക് ഒന്നും കൂടി ഹെൽപ്പിംഗ് ആയിട്ടുള്ളത് ആ സാധനം മന്ത്ലി കോൺട്രാക്റ്റ്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും? മന്ത്ലി ഒരു പേയ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ എനിക്കൊരു 300 വർക്ക് വന്നു വിചാരിക്കുക. ഒരു വർക്കിന് എത്ര? 60 രൂപയാണ് പറഞ്ഞത്. പോസ്റ്ററാണ്. ഓക്കെ, നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു 60 പറ്റ കുറഞ്ഞില്ലേ? 400 രൂപ അല്ലേ പോസ്റ്ററിന്? അപ്പോൾ ഒരു വർക്കിന് ഒരു 120 രൂപ. 300 വർക്ക് വന്നു. ഒരു വർക്കിന് നമ്മൾ 120 രൂപ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് 36,000 രൂപ ഉണ്ടാവും മന്ത്ലി. ഈ 36,000 ഒരു 15,000 വർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുത്താൽ മതി. മനസ്സിലായോ? ഒരു മാസം അവന് 15,000 കൊടുത്താൽ മതി. ബാക്കി എത്ര ഉണ്ടാവും? 21,000 ഉണ്ടാവും. ഓക്കെ, 21,000 ഉണ്ടാവും. ഈ 21,000 നമ്മുടെ പ്രോഫിറ്റാണ്. അതാണ് ബിസിനസ്.
മനസ്സിലായോ? അപ്പോൾ ബൾക്ക് ഓർഡർ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് ഒന്നും കൂടി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത്. കാരണം എന്താ, അവർക്ക് മന്ത്ലി ഡെഡ് ലൈൻ ഉണ്ട്. പിന്നെ ഒരിക്കലും ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ക്ലയൻസിന് ഒരിക്കലും നമ്മുടെ എംപ്ലോയീസിനും ആർക്കും കൊടുക്കരുത്. നമ്മൾ വേണം നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് വരും, എന്നിട്ട് നമ്മൾ വേണം മാനേജ് ചെയ്യാൻ. ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് പറയാണ് ഇതാണ് വർക്ക്, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് ഫോർവേഡ് ചെയ്യുക, നമ്മളെ എംപ്ലോയിക്ക് ഫോർവേഡ് ചെയ്യുക. മനസ്സിലായോ? അതായത് വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ക്ലയൻറ്റ് നമ്മൾ എംപ്ലോയി. ഓക്കെ, ക്ലയൻറ്റ് നമ്മളോട് പറയും, നമ്മൾ എംപ്ലോയിനോട് പറയും. ക്ലയൻറ്റ് ഇനി എംപ്ലോയി നമുക്ക് അയച്ചു തരും, നമ്മൾ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും. ക്ലയൻറ്റ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യും, നമ്മളെ എംപ്ലോയിക്ക് എത്ര കൊടുക്കാനുള്ളത് അവന് പേയ്മെൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാം. ബൾക്ക് ഓർഡർ ആകുമ്പോൾ അവർക്ക് ഒന്നും കൂടി ബെസ്റ്റ് ഓപ്ഷനാണ്. മന്ത്ലി ഒരു 15,000 രൂപ കിട്ടുമല്ലോ. മനസ്സിലായോ? ബൾക്ക് ഓർഡർ ആയിട്ട് നിങ്ങൾ ആഡ് കൊടുത്താൽ ബൾക്ക് ഓർഡർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. വരുന്ന എല്ലാതും എന്തായിരിക്കും? ബൾക്ക് ഓർഡർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ സ്കെയിലപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 ആളുടെ നിന്ന് തുടങ്ങുക, മൂന്നാളെ ഹയർ ചെയ്യുക. ഇതെല്ലാം ഇന്നലെ തുടങ്ങി നാളെ തന്നെ ഹയർ ചെയ്യണം എന്നല്ലട്ടോ ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു ജേണിയാണ്. ഞാൻ പറയുന്നത് ഇതൊരു ജേണിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് നമുക്ക് എംപ്ലോയീസിനെ വെക്കേണ്ടത്, എവിടെ നിന്നാണ് നമുക്ക് ആൾക്കാരെ വിളിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ പോയിന്റിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ് ഇന്ന് തന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ വിളിച്ച് വർക്ക് ഉണ്ട് എന്ന് പറയാം, അങ്ങനെയല്ല. ഇതൊരു ജേണിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് എങ്ങനെയാണ് എല്ലാം തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് വർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഹയർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് പിന്നെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോഴാണ് നിങ്ങൾ അടുത്ത കാറ്റഗറി എംപ്ലോയീസിനെ ഹയർ ചെയ്യേണ്ടത്, HR ഹയർ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോഴാണ് നിങ്ങൾ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അത് വളർത്തി കൊണ്ടുവരണം. മനസ്സിലായോ? ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറയും ഈ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസുഫ് അലി, അതുപോലെ സുക്കർബർഗ്, ഇവരൊക്കെ, അതുപോലെ അംബാനി, ഇവരൊക്കെ വീട്ടിലിരിക്കുക. അവർക്ക് ക്യാഷ് അവരുടെ ബിസിനസ് ഉണ്ടാക്കി തരും. മനസ്സിലായോ? അവർക്ക് ക്യാഷ് അവരുടെ ബിസിനസ് ഉണ്ടാക്കി തരും. ഇതാണ് നമുക്ക് BCom-ലും MCom-ലും CMA-ലൊക്കെ പഠിക്കാനുള്ളത്. ഞാൻ ബേസിക്കലി ഒരു CMA സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബിസിനസ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കി തരും. ബിസിനസ് നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്കുള്ളതാ. പിന്നെ നമ്മളാരാ? അതിൻ്റെ ഫൗണ്ടർ ആണ് നമ്മൾ. മനസ്സിലായോ? നമ്മൾ വീട്ടിലിരിക്കുക, ക്യാഷ് ഇങ്ങനെ അക്കൗണ്ടൊക്കെ മന്ത്ലി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ പോവുക, സംസാരിക്കുക. എന്തെങ്കിലും മാസം പിന്നെ എന്തെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. വെറുതെ ഒരു ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമ്മൾ പോരരുത്. കാരണം നമുക്ക് അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. നമ്മൾ വളർത്തിയെടുത്ത സ്ഥാപനമാണത്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിനോട് നമുക്ക് എന്ത് വേണം? ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. മനസ്സിലായോ? കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് എല്ലാ കാലത്തും എല്ലാവർക്കും ആ ഒരു സ്ഥാപനത്തിനോട് എന്തുണ്ടാവും? കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമാണ്. ഒറ്റയ്ക്ക് വെട്ടിയൊന്നും ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമാണ്. മനസ്സിലായോ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. പിന്നെ വർക്ക് വിത്ത് പ്രീമിയം ക്ലയൻസ്, ഓട്ടോമേറ്റ് റിപ്പീറ്റേറ്റീവ് വർക്ക്, ഔട്ട്സോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഔട്ട്സോഴ്സ് ചെയ്യുക. ഇതെല്ലാം ഇന്നത്തെ കണ്ടന്റ് ആട്ടോ. സ്റ്റോപ്പ് വർക്കിംഗ് വിത്ത് ലോ ബഡ്ജറ്റ് ക്ലയൻസ്. ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഹയർ ചെയ്യുന്ന ടീമുണ്ടല്ല, സ്റ്റുഡൻസിനെ ഹയർ ചെയ്യാന്ന് പറഞ്ഞത്, ഇത് നമ്മുടെ മെയിൻ ഹയറിംഗ് അല്ല. ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ്. ഇത് മൊത്തം ഇത് മുഴുവൻ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ മെയിനായിട്ട് കമ്പനി ആയിട്ട് നിൽക്കും. ഓക്കെ, അത് ലാസ്റ്റാണ് പറയാനുള്ളത്. ഏജൻസി ആയിട്ട് നമ്മൾ നിൽക്കും. അതായത് ഗ്രാഫിക് ഡിസൈനിങ് കമ്പനി ആയിട്ട് നമ്മൾ ഇതിനെ മാറ്റും. അപ്പം നമ്മൾ സ്റ്റുഡൻസിനൊന്നും ഹയർ ചെയ്യരുത്. അപ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഹയർ ചെയ്യാൻ. മനസ്സിലായോ? ഇതൊക്കെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞാൽ ഒരു പോയിന്റ് വരെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റുഡൻസാണ്, അവർ വേറെ പഠിക്കുന്ന സ്റ്റുഡൻസാണ്, അവരുടെ സൈഡ് ബിസിനസ്സാണിത്. അപ്പോൾ അവരൊരു പോയിന്റ് വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അവർ ഒഴിവാക്കണം, പുതിയ സ്റ്റുഡൻസിനെ എടുക്കണം. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഇതിനെന്ത് ചെയ്യണം? കംപ്ലീറ്റ് ബിസിനസ് ആക്കി ഓഫീസൊക്കെ ഇട്ട് വലിയ സെറ്റപ്പ് ആക്കി നമ്മൾ മാറ്റണം. അത് ലാസ്റ്റാണ് പറയാനുള്ളത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? സ്റ്റോപ്പ് വർക്കിംഗ് വിത്ത് ലോ ബഡ്ജറ്റ് ക്ലയൻസ്. ലോ ബഡ്ജറ്റ് ക്ലയൻസിനായിട്ടുള്ള വർക്കിംഗ് കുറക്കുക. അത് ഫസ്റ്റ് തന്നെ കുറക്കുക എന്നുള്ളതല്ല. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് അറൗണ്ട് ഇപ്പോൾ ഒരു 50,000 ക്ലയൻറ്റ് ഉണ്ട് ടോട്ടലി. അതിൽ 20,000 ക്ലയൻറ്റ് നിങ്ങൾക്ക് പ്രീമിയം ക്ലയൻറ്റാണ്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീമിയം ക്ലയൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, പ്രീമിയം ക്ലയൻറ്റിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ എഫേർട്ട് കുറയും, ക്യാഷ് കൂടും. അതാണ് പ്രീമിയം ക്ലയൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എഫേർട്ട് കുറയും, എമൗണ്ട് കൂടും, പേയ്മെൻറ്റ് കൂടും. ഓക്കെ, അപ്പോൾ ലോ പേയിങ് ക്ലയൻസ് മോർ വർക്ക്, മോർ സ്ട്രെസ്, ലെസ് ഇൻകം. പക്ഷേ പ്രീമിയം ക്ലയൻറ്റ് എങ്ങനെയല്ല, ഓൺലി അക്സെപ്റ്റ് ദ പ്രൊജക്റ്റ് വർത്ത് പ്ലസ്. അതായത് ഒരു പോയിന്റ് എത്തുമ്പോൾ
പ്രൊജക്റ്റ് ആട്ടത്, പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു ടീം വന്നിട്ട് നമ്മളോട് പറഞ്ഞ് നമ്മളെ ഡിസൈൻ, നമ്മളെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ നിങ്ങൾ ചെയ്യണം, അതിൻ്റെ വർത്ത് എത്രയാണ്, നമുക്ക് ഇത്ര അതായത് ഞങ്ങൾക്ക് ഒരു 10 പോസ്റ്റർ, അതുപോലെ 20 സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഇങ്ങനെ പാക്കേജ് ആയിട്ട് പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 5000 രൂപേൻ്റെ പ്രൊജക്റ്റിൻ്റെ മേലേക്കുള്ളത് മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. താഴേക്കുള്ള ചെറിയ ചെറിയ വർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇതൊക്കെ ഒരു പോയിന്റ് എത്തുമ്പോൾ ചെയ്യാനുള്ളതാട്ടോ. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക, ചീപ്പ് ക്ലയൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, വെല്ലെ റിജക്റ്റ് ചെയ്ത് വരിക. അതൊരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ചീപ്പ് ക്ലയൻസ് വരാതെ വരും. നിങ്ങൾ പ്രീമിയം ക്ലയൻറ്റ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രീമിയം ക്ലയൻസ് മാത്രം അങ്ങോട്ട് ഒഴുകും. ഓക്കെ. ഇൻട്രസ്റ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഹൈ എൻഡ് ബ്രാൻഡിങ് ആൻഡ് ഡിസൈൻ മൈ മിനിമം പാക്കേജ് സ്റ്റാർട്ടഡ്. അതായത് നിങ്ങൾ പറയാം, ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ചീപ്പ് ക്ലയൻറ്റ് വന്നു, അപ്പോൾ അവരോട് പറയാം നമ്മളെ മിനിമം പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5000 എന്നാണ് പറഞ്ഞിട്ട് അവരെ ഡീൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് അത് എടുക്കണം എന്നുള്ളതിൽ അത് എടുക്കും. ഓക്കെ. ഇനി ബിൽഡ് എ പ്രീമിയം ക്ലയൻറ്റ് ബേസ്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രീമിയം ക്ലയൻറ്റ് ബേസ് നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. നെറ്റ്വർക്കിംഗ് ഇവൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. റഫറൽ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ലിങ്ക്ഡിനിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം പേജ് തുടങ്ങിയിട്ട് നമ്മളതിനെ തുടക്കം മുതലേ നമ്മളതിനെ വളർത്തി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് പ്രീമിയം കുറേ ക്ലയൻസ് വരും. അതിന് പ്രീമിയം ക്ലയൻറ്റിനെ നമ്മൾ വേറെ കാറ്റഗറൈസ് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ നെറ്റ്വർക്കിംഗ് സിസ്റ്റം, അതായത് ഔട്ട്റോച്ച് ചെയ്യുക, ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ റഫറൽ സിസ്റ്റം, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ക്ലയൻറ്റ് ഉണ്ട്. ഓക്കെ. നെറ്റ്വർക്കിംഗ് സിസ്റ്റം അതല്ല, അറ്റൻഡ് ഇൻഡസ്ട്രി മീറ്റപ്പ് ആൻഡ് ബിസിനസ് എക്സ്പോസ് ഒക്കെ ഉണ്ടാവില്ലേ, ബിസിനസ് എക്സ്പോ, അതുപോലെ ഇൻഡസ്ട്രി മീറ്റപ്പ് ഒക്കെ അവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ നെറ്റ്വർക്ക്, നമ്മളെ കണക്ഷൻസ് വർദ്ധിപ്പിക്കുക. പിന്നെ റഫറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇത് എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഹാപ്പിയായി നിങ്ങളെ വർക്ക് കൊണ്ട്, അവരെന്ത് ചെയ്യും, അത് വേറെ ആളുകളിലേക്ക് പറയും, ഇവൻ്റെ വർക്ക് അടിപൊളിയാണ്, ഇവൻ്റെ അടുത്ത് നിന്ന് തന്നെ എടുത്തോ എന്ന് പറയും. അതിനാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുക. ഈ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ആണ് വേർഡ് ഓഫ് മൗത്ത്. വേർഡ് ഓഫ് മൗത്ത് നിങ്ങളുടെ കമ്പനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇപ്പോൾ വേർഡ് ഓഫ് മൗത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ, സാംസങ്, ഇതൊക്കെ വേർഡ് ഓഫ് മൗത്ത് അല്ലേ, നമ്മൾ തന്നെ പറയല്ലേ. നമ്മളിപ്പോഴാണ് ഐഫോണിനെയും സാംസങ്ങിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഒരു കാലത്ത് നമ്മൾ തന്നെയല്ല ഇത് പറഞ്ഞത്, ഐഫോൺ ഇങ്ങനെയാണ്, ആപ്പിൾ ഇങ്ങനെയാണ് എന്നൊക്കെ. അതെന്താ, വേർഡ് ഓഫ് മൗത്ത് പറഞ്ഞറിയാം. അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിങ്. അപ്പം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെനുവൻ ആയിരിക്കണം, നമ്മളെ വിശ്വസിക്കാൻ പറ്റണം. മനസ്സിലായോ? ബെസ്റ്റ് സ്ട്രാറ്റജി ഓഫ് ലിമിറ്റഡ് ടൈം പ്രീമിയം സർവീസ്, സ്ലൈസ്ലി ലോവർ റൈറ്റ് ആൻഡ് അട്രാക്ട് ഹൈ എൻഡ് ക്ലയൻസ്. വൺസ് യു വർക്ക് വിത്ത് ദം യു ക്യാൻ ഇൻക്രീസ് ദ റൈറ്റ്. അതായത് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് പ്രീമിയം സർവീസ് ഉണ്ടല്ലോ, ഓഫർ റേറ്റിൽ കൊടുക്കുക. ഒരു ലിമിറ്റഡ് ടൈമിൽ പ്രീമിയം സർവീസ് ഓഫർ പ്രൈസിൽ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ അടുത്തേക്ക് വരുന്നത് പ്രീമിയം ക്ലയൻറ്റ് ആയിരിക്കും. അപ്പോൾ പ്രീമിയം ക്ലയൻറ്റ് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ലിമിറ്റഡ് ടൈമിനാണ്, ആ ടൈം കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. മനസ്സിലായോ? നമ്മൾ പ്രീമിയം വർക്ക് ലിമിറ്റഡ് ടൈമിന് ഓഫറിന് കൊടുക്കും. മനസ്സിലായേ? അപ്പോൾ പ്രീമിയം കസ്റ്റമേഴ്സ് അത് കണ്ടിട്ട് നമ്മളെ അടുത്തേക്ക് വരും. പിന്നെ ആ ഓഫർ കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ, നമ്മുടെ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയി, അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നെ അവരുടെ വർക്ക് നമുക്ക് കിട്ടും. ആ പ്രൈസ് എന്താ, ആ സമയം കഴിഞ്ഞാൽ ആ പ്രൈസ് കൂടുകയും ചെയ്യും. ഓക്കെ. അതൊരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട്സോഴ്സിങ് വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. യൂസ് ടെംപ്ലേറ്റ് ആൻഡ് ഐ ടൂൾസ് ടു റെഡ്യൂസ് മാനുവൽ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഐ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുവൽ സിസ്റ്റം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഐ ടൂൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പിന്നെ ഹയർ ജൂനിയർ ഡിസൈനേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, ഡിസൈനേഴ്സിനെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. ഈ ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനേഴ്സിനെ ഹയർ ചെയ്യരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നതാണ്. കാരണം ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാൻ അധികം വലിയതായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാൻവയിൽ ഡിസൈൻ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ, അവരൊക്കെ ഹയർ ചെയ്താൽ മതി, അവർ ചെയ്യും. ഓക്കെ. പിന്നെ വെർച്വൽ അസിസ്റ്റൻറ്റിനെ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ. നമുക്കൊരു മാനേജറെ വെക്കാൻ പറ്റും, നമ്മുടെ ക്ലയൻറ്റിനെയും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ വർക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നമുക്കൊരു വെർച്വൽ അസിസ്റ്റൻറ്റിനെ വെക്കാൻ പറ്റും. ഓക്കെ. അത് നമുക്ക് വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ API ഒക്കെ വെച്ചാണ് ചെയ്യുക. അത് അതിന് അത്യാവശ്യം പേയ്മെൻറ്റും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് തന്നെ നമുക്കൊരു മാനേജറെ വെക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മളിങ്ങനെ വളർന്നുകൊണ്ട് വരികയാണ്. നിങ്ങൾ അങ്ങനെ വേണത്തിനെ ചെയ്യണം, നമ്മളിങ്ങനെ വളർന്നുകൊണ്ട് വരിക. അപ്പം നമ്മളിങ്ങനെ ചേഞ്ച് വരുത്തിക്കൊണ്ട് വരികയാണ്. ഓക്കെ. എക്സാമ്പിൾ ഇഫ് യു ആയിട്ട് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് എന്നിട്ട് 10,000 രൂപേൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടി. അതിൽ 3,000 രൂപ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ഡിസൈനറാണ് ചെയ്തത്, ജൂനിയർ ഡിസൈനറാണ് ചെയ്തത്, അവന് 3,000 രൂപ കൊടുത്തു. ബാക്കി എന്താ, നമ്മുടെ
പ്രോഫിറ്റ് ആണ്. കണ്ട, പ്രോഫിറ്റ് ഫോർ ലെസ് എഫേർട്ട് ഇല്ലാതെ നമ്മളെ 7000 രൂപ നമ്മളെ പ്രോഫിറ്റ് ആണ്. മനസ്സിലായോ? ഇനി മാനേജിങ് ക്ലയന്റ് ആൻഡ് കോൺട്രാക്ട് ഓർ ലീഗൽ പ്രൊട്ടക്ഷൻ. ഇത് കോൺട്രാക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രാക്ട് നമുക്ക് ChatGPT യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ChatGPT-നോട് പറഞ്ഞാൽ മതി. ഓക്കെ, അതിന് മുന്നേ ഞാൻ കാര്യം പറഞ്ഞു എന്തിനാണ് കോൺട്രാക്ട്. അപ്പം നിങ്ങൾക്ക് ഒരു മാസം ഒരു 50,000 രൂപേൻ്റെ വർക്ക് വന്നു, അല്ലെങ്കിൽ 1,00,000 രൂപേൻ്റെ വർക്ക് വന്നു. ഈ വർക്ക് നിങ്ങൾ എന്ത് ചെയ്തു? കോൺട്രാക്റ്റ് ഒന്നും വെച്ചില്ല. 1,00,000 രൂപേൻ്റെ വർക്ക് വന്നു. പകുതിക്ക് വെച്ചപ്പോൾ വർക്ക് തന്ന ആള് മുങ്ങി. ആൾക്ക് നമ്മുടെ വർക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോയി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് 1,00,000 നഷ്ടമാണ്. കാരണം ആ 1,00,000 കിട്ടാനും വേണ്ടി നമ്മൾ വേറെ കുറേ വർക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇല്ല, ഇനി നമ്മളെ വർക്കേഴ്സാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പൈസ കൊടുക്കണ്ടേ? നമുക്ക് ക്യാഷ് കിട്ടിയാലല്ല അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ക്യാഷ് കിട്ടിയതുമില്ല, ഇന്ന് അവർ വർക്ക് ചെയ്തു. പിന്നെ നമുക്ക് എന്താ നഷ്ടം? അവർക്ക് ക്യാഷ് കൊടുക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ക്യാഷ് കൊടുക്കണം. അത് നമുക്ക് നഷ്ടം. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റ് വെക്കണം. ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ മാത്രം, ക്ലയൻറ്റിൻ്റെ മാത്രമല്ല, നമ്മുടെ എംപ്ലോയീസ് ഉണ്ടല്ലോ അവരായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് വെക്കണം. സ്റ്റുഡൻസിനായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് വെക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ക്ലയൻറ്റിനായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് വെക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യുക? അതിലെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് അതൊക്കെ നമ്മൾ ക്ലയൻറ്റിനെ അയച്ചു കൊടുക്കും. എന്നിട്ട് ക്ലയൻറ്റ് അതിൽ ഒപ്പിടും. ഡിജിറ്റലായിട്ടാണ്, എല്ലാം ഡിജിറ്റലായിട്ടാണ്. ക്ലയൻറ്റ് അതിൽ ഒപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്ത് വെക്കും. ഇനി എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഗലായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാം. ഞാനും എൻ്റെ ഒരു കോൺട്രാക്റ്റ് കാണിച്ചു തരാം. എനിക്ക് ഇനീഷ്യൽ സമയത്ത് വന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഒരു കോൺട്രാക്റ്റ്. കണ്ട, ഇതിലെന്തുണ്ട്? എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സ്കോപ്പ് ഓഫ് ദ വർക്ക്, പേയ്മെൻറ്റ് ടേംസ്. കണ്ടോ? ദ ക്ലയൻറ്റ് എഗ്രി ടു ദ പേ സർവീസ് പ്രൊവൈഡർ ആൻ എമൗണ്ട് ടു. ഇതെന്താ വെച്ചാൽ ഇതൊരു 5,000 ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ 5,000 ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള വർക്കാണിത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഫോട്ടോ റിമൂവ് ചെയ്യാൻ 2 രൂപയാണ് പറഞ്ഞത്. ഓക്കെ, 2 രൂപ. നമുക്കെന്താ, ക്ലിക്ക് ചെയ്ത് മേലത്തെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ പോരെ? ഒരു ഫോട്ടോന് 2 രൂപ. ടോട്ടൽ 10,000 രൂപേൻ്റെ കോൺട്രാക്റ്റ് ആണ്. ഉണ്ടാവും. ടോട്ടൽ പേയ്മെൻറ്റ് 5,000 ഫോട്ടോ ഷാൾ ബി 15,000 ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, ഇനി കംപ്ലീറ്റ്നെസ് ഫോർ ഇൻകംപ്ലീറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ ഫോർ ഇൻകംപ്ലീറ്റ് വർക്ക് എന്താണ്? ഇഫ് ദ ക്ലയൻറ്റ് ഫെയിൽ ടു പ്രൊവൈഡ് ഫുൾ ക്വാണ്ടിറ്റി ഫോട്ടോസ് എൻഡിങ് ദ സർവീസ് പ്രൊവൈഡർ ഷാൾ ബി കോമ്പൻസേറ്റ് ദ ക്ലയൻറ്റ് ഫോർ ദ ഷോർട്ട് ഫോൾ. അതായത് ഇപ്പോൾ നമുക്ക് ക്ലയൻറ്റ് 5,000 ഫോട്ടോസ് തരാമെന്ന് പറഞ്ഞിട്ടാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ എമൗണ്ട് നമുക്ക് തിരിച്ചു തരണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ടേംസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഇൻ കേസ് ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ് അവരുടെ ബിസിനസ് ഡൗൺ ആയി നഷ്ടത്തിലാണെന്നുള്ള തെളിവ് കാണിച്ചാൽ എനിക്കെന്ത് വേണ്ട? ആ ക്യാഷ് വേണ്ട എന്നുള്ളതും കൂടെ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ടേം വെച്ചിട്ടുണ്ടാവും. മോഡ് ഓഫ് പേയ്മെൻറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കോൺഫിഡൻഷ്യാലിറ്റി, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ട്. മനസ്സിലായോ? പിന്നെ അതിൻ്റെ താഴെയുള്ള ഡീറ്റെയിൽസ് ആണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതാണ് ഞാൻ കാണിക്കാത്തത്. അതാണ് ഇവിടെ കോൺട്രാക്റ്റിലുള്ളത്. കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ChatGPT ഓണാക്കാം. ChatGPT ഓണാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ChatGPT-നോട് പറയാം, എനിക്കൊരു പുതിയ ക്ലയൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഇത്ര വർക്കാണ്, എനിക്കൊരു പുതിയ ക്ലയൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്കൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടാണ് കോൺട്രാക്റ്റ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിനക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ ChatGPT ലിസ്റ്റ് ഉണ്ടായി തരും. എന്നിട്ട് ആ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യുക. അപ്പോൾ ChatGPT കോൺട്രാക്റ്റ് ഉണ്ടായി തരും. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യുക. ChatGPT എന്ത് ചെയ്യും? കോൺട്രാക്റ്റ് ഉണ്ടായി തരും. എന്നിട്ട് ആ കോൺട്രാക്റ്റ് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ നമുക്ക് വേർഡില്ലേ, മൈക്രോസോഫ്റ്റ് വേർഡ്, അതുപോലെ ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഗൂഗിൾ ഡ്രൈവിൻ്റെ. അതിൽ കയറിയിട്ട് അതവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് PDF ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കണ്ടാ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഡോക്സ് കണ്ടാ, ഇവിടെ ആഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത സാധനം എന്ത് ചെയ്യുക? ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫയലിൽ പോയിട്ട് ഇവിടെ ഡൗൺലോഡ് PDF കൊടുത്താൽ ആ സാധനം എന്താവും? ഡൗൺലോഡ് ആവും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അത് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവയിൽ ഉണ്ടാക്കട്ടോ. ക്യാൻവയിൽ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ഇതാകുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ എല്ലാം അതുപോലെ വരും. നമ്മൾ വേറെ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, വൈ കോൺട്രാക്ട് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്രീലാൻസേഴ്സിന് എന്താണ് കോൺട്രാക്ട് ഇമ്പോർട്ടൻറ്റ്? കോൺട്രാക്ട് പ്രൊട്ടക്ട് യുവർ ബൈ ക്ലിയർലി ഡിഫൈനിങ് പ്രൊട്ടക്ട് ഡീറ്റെയിൽ വാട്ട് ഇൻക്ലൂഡ് വാട്ട് ഇസ് നോട്ട്. കോൺട്രാക്റ്റിൽ എന്തുണ്ടാവും? ഇപ്പോൾ നിർത്തിപ്പോണത് മാത്രമല്ല, ഒരു കോൺട്രാക്ട്, ഇപ്പോൾ നിങ്ങൾ കോൺട്രാക്റ്റ് ഒന്നും ഇല്ലാതെ ഒരു ഡീൽ വെച്ചു,
എന്നിട്ട് ക്ലയൻറ്റ് നിങ്ങളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുക, കുറേ പണി എടുപ്പിച്ചു. നടക്കുമോ? നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പണിയാണ് ഞാൻ ചെയ്യുന്നത്, എന്ത് വർക്കാണ് ഞാൻ ചെയ്യുന്നത്, എത്രത്തോളം റിവിഷൻ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ അല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ അതിനെല്ലാം കോൺട്രാക്ട് യൂസ് ചെയ്യും. പേയ്മെൻറ്റ് ടേംസ് എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വലിയ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 30-40-30 ആണ് ഡീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കോൺട്രാക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണിക്കാൻ എവിടെയല്ലല്ലോ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ കോൺട്രാക്ട് നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലയൻറ്റിന് അയച്ചു കൊടുത്തിട്ട് താഴെ ഒപ്പിടാനുള്ള കോളം കൂടി ChatGPT ഉണ്ടായിരുന്നുണ്ടാവും. അവിടെ ഒപ്പിട്ടിട്ട് ക്ലയൻറ്റിനോട് ഇങ്ങോട്ട് തന്നെ അയച്ചു തരാൻ പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എത്രത്തോളം റിവിഷൻ ഉണ്ട്, ഡെഡ് ലൈന്, ഡെലിവറി, എക്സ്പെക്ടേഷൻ ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കും. ഇനി ഇഫ് എ ക്ലയൻറ്റ് ടാസ്ക് ടൺ എക്സ്ട്രാ ചേഞ്ചസ് യു ക്യാൻ പോയിന്റ് ഔട്ട് ദ കോൺട്രാക്ട് ടു ഫ്രീ റിവിഷൻ ഇൻക്ലൂഡഡ്. അതായത് കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ ChatGPT-നോട് അതുപോലെ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ക്ലയൻറ്റ് നമ്മൾ 2 റിവിഷൻസ് ആണ് കോൺട്രാക്റ്റിലുള്ളത്. ഇനി അത് കൂടാതെ എക്സ്ട്രാ പറഞ്ഞാൽ ഒരു